സർ, നമ്മുടെ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു സീറ്റിന് വേണ്ടി, അതായത് മത്സരിക്കാൻ ഒരു സീറ്റിന് വേണ്ടി അലയുകയാണ് എന്ന് കേൾക്കുന്നു. അദ്ദേഹം നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ BJPയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ വേണ്ടത്ര പരിഗണന അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വീകാര്യത കോൺഗ്രസ്സിൽ ലഭിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. സന്ദീപ് വാര്യരുടെ ഭാവി എന്തായിത്തീരും? അല്ല, BJP വിട്ട സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് തോന്നുന്നത് ലീഗിലാണോ എന്നാണ്. കാരണം ഇടയ്ക്കൊക്കെ സന്ദീപ് വാര്യർ കടന്നങ്ങ് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി. തൃശ്ശൂരിൽ ഞാൻ മത്സരിക്കും, ധൈര്യമുണ്ടോ BJPക്കാർക്ക് ആർക്കെങ്കിലും ഇവിടെ നിന്ന് മത്സരിക്കാൻ എന്നൊക്കെ. സുരേന്ദ്രനുടനെ അത് ഏറ്റെടുത്തു. പക്ഷെ സുരേന്ദ്രൻ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ ഇന്നടത്ത് മത്സരിക്കില്ല എന്നുള്ളത്? BJPയിൽ അതിപ്പോ സന്ദീപ് വാര്യർക്ക് തന്നെ അത് പറയാൻ കോൺഗ്രസ്സുകാർക്ക് തന്നെ പറയാം, ആർക്കും പറയാം, ആർക്കും എന്തും പറയാം. വയനാട് അടുത്ത തവണ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കത്തില്ല, ഞാനായിരിക്കും. പ്രിയങ്കയ്ക്ക് കൊടുക്കില്ല, ഞാനായിരിക്കും എന്നും കോൺഗ്രസ്സുകാർ പറയും. പക്ഷെ ഇവിടെ ഈ BJPയിൽ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇന്നടത്ത് മത്സരിക്കുന്നു, അത് സുരേഷ് ഗോപിയാണ് പറഞ്ഞത്. സുരേഷ് ഗോപിക്ക് പ്രത്യേക പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ സന്ദീപ് വാര്യർ വന്ന് അങ്ങനെ ഒരു വലിയ ബഹളമൊക്കെ കാണിച്ചിട്ട് പോയി. സന്ദീപ് വാര്യർക്ക് പകയുണ്ട് കേട്ടോ BJPയോട്. BJPയും BJPയോടെന്നുള്ളതിനേക്കാൾ സുരേന്ദ്രൻ നേതാക്കളോട് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് കൃഷ്ണകുമാറിനെ പോലെയുള്ളവരോട്. ഈ സന്ദീപ് വാര്യർക്ക് അറിയാം, താൻ എവിടെ പോയി മത്സരിച്ചാലും അവിടെ വന്ന് തന്നെ പരാജയപ്പെടുത്താൻ BJP ഇറങ്ങുമെന്നറിയാം. മടയിൽ ചെന്ന് ഏറ്റുമുട്ടും എന്ന് സന്ദീപ് വാര്യർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയാമോ വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കോൺഗ്രസ് BJP വിട്ട് കോൺഗ്രസിലോട്ട് വന്നിട്ട് ആദ്യം സാധാരണഗതിയിൽ എല്ലാവരും കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് വരും, തിരുവനന്തപുരത്ത് അല്ലേ? ഇത് നേരെ പോയത് പാണക്കാട്ട് കുടുംബത്തിലേക്കാണ് പോയത്. സാദിഖ് അലി തങ്ങളെ കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു, അവരുമായിട്ടൊക്കെ വലിയൊരു ബന്ധം ഉണ്ടാക്കി. അതിനുശേഷം ഇതുവഴി എവിടെയോ പോകുന്ന വഴിക്കാണ് KPCC ആസ്ഥാനത്ത് കയറിയത്. ഇപ്പം അറിഞ്ഞിടത്തോളം ലീഗ് നേതാക്കന്മാരും ഒക്കെ ആയിട്ടാണ് കൂട്ടുകെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ്സുകാരുമായിട്ടൊരു വലിയ കൂട്ടുകെട്ട് ഇല്ല. കാര്യം എന്താണെന്നറിയാമോ? എപ്പോഴും ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ ഒരു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ സുരക്ഷിതമാണ്. ഉദാഹരണത്തിന് അനിൽകുമാർ. ഇപ്പം മലബാറിൽ നിന്ന് വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരെല്ലാം ലീഗിന്റെ ബലത്തിലല്ല ജയിച്ചു കയറി വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ജയിച്ച ആര്യാടൻ ഷൗക്കത്ത് വരെ. ഷൗക്കത്തിനെ വിജയിപ്പിക്കണമെന്നുള്ളത് മുസ്ലിം ലീഗിന്റെ വാശിയായിരുന്നു. അത് ഷൗക്കത്തിനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. ലീഗ് വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ഷൗക്കത്ത് അവിടെ ഷൗക്കത്തിനോടുള്ള ഒരു സ്നേഹം കൊണ്ടൊന്നുമല്ല. കേരളം മുഴുവൻ ഒരു UDF തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലീഗ് അവിടെ അധ്വാനിച്ചതും. കുഞ്ഞാലിക്കുട്ടി വീടുകൾ കയറി ഇറങ്ങി എന്നുള്ളതാണ്. ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്, വീടുകൾ കയറി ഇറങ്ങി. അതെ. അപ്പൊ നന്നായി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തിനാണ് ലീഗിലേക്ക് വാര്യർ പോകുന്നതെന്ന് ചോദിച്ചാൽ, ലീഗിന്റെ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലുള്ള ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ അവിടെ BJPക്ക് വലിയ സ്വാധീനമില്ലല്ലോ. ഹൈന്ദവരുടെ വോട്ട് കുറവുള്ള മണ്ഡലങ്ങളിൽ പോയി ലീഗുമായി ബന്ധമുണ്ടാക്കി അവിടെ മത്സരിക്കാനായിട്ട്. അതിനിപ്പം നോട്ടമിടുന്ന എനിക്ക് സംശയമുണ്ട്, തവന്നൂരാണോ? തവന്നൂരിൽ KT ജലീൽ 2 തവണയായിട്ട് ജയിച്ചു വരികയാണ്. 2016-ലും 2021-ലും 2008-ൽ വന്ന മണ്ഡലമാണത്. ഈ തവന്നൂരിൽ കഴിഞ്ഞ തവണ 2006 കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചു. അത് വലിയ തോൽവിയല്ലായിരുന്നു, ഐസ്ക്രീം പാർലർ കേസിന് ശേഷം. അതിനുശേഷമല്ലേ KT ജലീൽ കേരള രാഷ്ട്രീയത്തിനകത്ത് അങ്ങ് തിളങ്ങി മറിഞ്ഞ് നിന്നത്. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടു നടന്നു. അപ്പൊ ഈ തവന്നൂരിൽ ഇത്തവണ, അതായത് 2021-ൽ തന്നെ വളരെ കഷ്ടിച്ചങ്ങ് കയറുകയായിരുന്നു KT ജലീൽ. അവസാന ഇദ്ദേഹമായിരുന്നു ഫിറോസ് അല്ലേ, 3000 വോട്ടിന് താഴെയായിരുന്നു ജലീലിൻ്റെ ഭൂരിപക്ഷം. അവസാന റൗണ്ടിലാണൊന്ന് കയറിയത്. ആദ്യമെല്ലാം തന്നെ ഫിറോസ്, KT ജലീൽ തോറ്റു എന്നുള്ളതാണ് വാർത്ത വന്നുകൊണ്ടിരുന്നതൊക്കെ തന്നെ. അപ്പോൾ KT ജലീലിന് അല്പം പരിങ്ങലിൽ നിൽക്കുന്ന മണ്ഡലമാണ്. KT ജലീൽ അതുമല്ല, CPM-ഉമായിട്ടൊരു ചെറിയൊരു
പിണറായി ഒരു സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടായി ഇടയ്ക്ക്. കാരണം ലോകായുക്ത പ്രശ്നം വന്നതിന് ശേഷമാണല്ലോ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അതിനുശേഷം പലരും അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അവിടെ ഇരിക്കുകയും ചെയ്തു. അതൊക്കെ അദ്ദേഹത്തിന് വലിയ ദേഷ്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. CPM ഇടത് സ്വതന്ത്രനായിട്ടാണ് ജലീൽ മത്സരിക്കുന്നത്, ആദ്യം മത്സരിക്കുന്നത്, പിന്നീട് ചിഹ്നത്തിലായി. അതെ. അപ്പൊ അവിടെ മത്സരിക്കാനുള്ള സാധ്യത, കാരണം ലീഗ് ചിലർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ സീറ്റ് കോൺഗ്രസിലെ അവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. എന്നിട്ട് ലീഗ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ലീഗ് തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ സീറ്റ് ചോദിക്കും. പാലക്കാട് ജില്ലയിൽ ചോദിക്കും. ഇതെന്തിനാണെന്നറിയാമോ? ഇത് ഞങ്ങൾ മലപ്പുറത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു. ശരിക്കും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്ന് പറഞ്ഞിങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. മലബാർ ബെൽറ്റ് ക്ലിയർ ആയി. ഇപ്പം ഗുരുവായൂർ മണ്ഡലത്തില് കെ മുരളീധരന് നോട്ടമുണ്ടല്ലോ. അത് ലീഗിന്റെ മണ്ഡലമാണ്. KNA ഖദർ മത്സരിച്ചു. അക്ബറാണ് MLA ആയത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തില്. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല മുസ്ലിം പ്രദേശമാണ്. ഗുരുവായൂരിപ്പം മാത്രമേ ഉള്ളൂ ഹിന്ദുവായിട്ട്, ബാക്കിയെല്ലാം മുസ്ലിം വിഭാഗമാണ്. അപ്പൊ മുരളീധരൻ എന്തുകൊണ്ടാണ് അവിടെ പോയി നിൽക്കുന്നത്? അവിടെ ആകുമ്പോൾ പാരപണിയും പാലം വലിക്കലും ഒന്നും ഉണ്ടാകത്തില്ല, അങ്ങനത്തെ പണി ചെയ്യത്തില്ല. ഇവിടെയും അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസിലോട്ട് വന്നെന്ന് പറഞ്ഞാലും വാര്യരെ എല്ലാ കോൺഗ്രസ്സുകാരും ഒന്നും അവിടെ അംഗീകരിച്ചിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ ലീഗുകാർ അംഗീകരിച്ചു. അതെ. കാരണം അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടെ എത്രയോ കിടന്ന് അധ്വാനിച്ചവരുണ്ട്. സന്ദീപ് വാര്യർ സ്ഥാനമോഹിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണല്ലോ BJPയിൽ നിന്ന് ചാടി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെന്തായാലും പാലം വലിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ലീഗുമായിട്ട് വലിയ കൂട്ടുകെട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ ലീഗിനും സന്തോഷമാണ് ഈ ഏതെങ്കിലും സീറ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇരവിപുരത്ത് വന്ന് മത്സരിച്ചിട്ടില്ലേ ലീഗ്? PKK ബാവ 2001 വിജയിച്ചു. ശരിക്കും RSPയുടെ വലിയ തട്ടകമാണ്, അറിയാമോ? പണ്ട് RS ഉണ്ണി വിജയിച്ച മണ്ഡലം. ഇപ്പം അവിടുത്തെ MLA നൗഷാദാണ്, CPM. നൗഷാദിന് പക്ഷെ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പൊതുവെ ആ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വർത്തമാനം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടങ്ങളിലേക്ക് പുനലൂരിൽ മത്സരിച്ചിട്ടുണ്ട് ലീഗ്, പരാജയപ്പെട്ടു. പുനലൂരൊക്കെ പൊതുവെ ഒരു CPIയുടെ ഏരിയയാണ്. CPIയുടെ കാര്യം എങ്ങനെയാ? CPM ഇല്ലാതെ CPI ജയിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെയാണ്. ചിലരുടെ സഹായം വേണം. ഇപ്പൊ മലബാർ മേഖലകളിൽ കോൺഗ്രസ് നേതാക്കന്മാർ ജയിക്കുന്നത് ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ്. ലീഗ് എന്തിനാണ് ഈ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുന്നത്? കയറിയാണ് അവർ. ലീഗ് എന്തുകൊണ്ടാണ് ഈ വിട്ടുവീഴ്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലീഗിന് 2026 അധികാരത്തിൽ വരണം. അധികാരം അന്നേരമെങ്കിലും വരണം. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം, 5 മന്ത്രിമാര് വേണം. 5 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ചോദിക്കും. അവർക്ക് 27 സീറ്റ് വരെ കൊടുക്കുന്നതാണ്. കോൺഗ്രസ്സുകാർക്ക് എത്ര സീറ്റുണ്ട് അല്ലേ? ജയിച്ചു വരുന്നത് എത്ര ഉണ്ട്? പിന്നെ ഇനിയും ഘടകകക്ഷികളെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഓരോന്നെങ്കിലും വെച്ച് കൊടുക്കണ്ടേ? ഇതൊക്കെ എവിടുന്നാ പോകുന്നത്? കോൺഗ്രസിൻ്റെ പോകും. ലീഗിന്റെ സീറ്റൊന്നും പോകത്തില്ല. ലീഗ് ഇപ്പൊ ഇവിടെ ഗുരുവായൂരും തവന്നൂരും ഒക്കെ അങ്ങോട്ട് കോൺഗ്രസിന് കൊടുത്താലും ലീഗ് ഇങ്ങോട്ടൊക്കെ ചോദിച്ചു വാങ്ങും. അവരുടെ ഏരിയ എത്രത്തോളം വോട്ടുള്ള പ്രദേശമൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് മലബാർ വിട്ട് അവർ പടർന്നു പന്തലിക്കുന്നു എന്ന് ബോധ്യം വരുത്തണം. അവർ ഇന്ത്യ ഒട്ടാകെ പടർന്നു പന്തലിക്കുന്നു എന്ന് ബോധ്യം വരുത്താൻ വേണ്ടിയാണ് ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം വരെ പണിതത്. ആ വിദ്വാൻമാരാണ് അവര്. ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയുമല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ ലീഗിന്റെ കോട്ടയ്ക്കുള്ളിൽ കഴിയുകയാണ്, വളരെ സുരക്ഷിതമായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.